ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കുറേ വട്ടം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസത്തേക്ക് മുന്നേ നമ്മൾ ആകെപ്പാടെ അങ്ങ് ഒരു പനിയൊക്കെ വന്നതിന് ശേഷം നമ്മളാകെ അങ്ങ് ഇതായി കേട്ടോ. ആകെ അങ്ങ് ഇതായി. നമ്മളെ കാണുന്നവരൊക്കെ എന്താണ് കോലം, ഏതാണ് കോലം, എന്ത് പറ്റി, ഏത് പറ്റി, ഇങ്ങനെ ക്ഷീണിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്കും പേടിയും കാര്യമൊക്കെ ആയിരുന്നു. ഞാനും ഓടിപ്പോയി എല്ലാ ലാബിലും പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, ഷുഗർ നോക്കുന്നുണ്ട്, കാൽസ്യം നോക്കുന്നുണ്ട്. ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒരു മാസത്തേക്ക് മുന്നേ നോക്കിയപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല, ഒക്കെ ഓക്കെയാണ്. ഇതിനിടയിൽ വെയിറ്റ് നോക്കി, വെയിറ്റും നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്നറിയത്തില്ല, എല്ലാവരും വഴക്ക് പറഞ്ഞു കേട്ടോ. കല്യാണ വീട്ടിൽ പോയാലും പിന്നെ പല ആവശ്യങ്ങൾക്ക് മെയിനായിട്ട് എൻ്റെ കൂടപ്പിറപ്പും മക്കളൊക്കെ തന്നെ എന്ത് കോലം ഏത് കോലം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞ്. അപ്പം ഞാനൊന്ന് മാറ്റിപ്പിടിച്ച് കേട്ടാ. അപ്പം പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു പ്രയാസം. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ ഇതുപോലെ കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവർ നമ്മളെ സഹതപിച്ചിട്ട് സ്നേഹം കൊണ്ടാണ് പറയണമെങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ നല്ല ഇതായിട്ട് സ്മാർട്ടായിട്ട് നല്ല ഇതായിട്ടൊക്കെ ഓടിച്ചാടി നടന്ന നമ്മളെ പെട്ടെന്ന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമം തോന്നും. അപ്പോൾ ഞാൻ എന്തെന്നറിയാമോ, ഒന്ന് മാറ്റിപ്പിടിച്ച് ഒന്ന് സൗന്ദര്യം കൂട്ടാന്ന് വിചാരിച്ച്. ഒന്ന് സൗന്ദര്യം ഇപ്പം നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും സ്ഥിരം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളിലെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അപ്പം മാറ്റത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയും, എനിക്കങ്ങനെ ഒളിവും തിരിവും മറപ്പും ഒന്നുമില്ല കേട്ടോ. എൻ്റേതായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഫുഡ് ആയിരുന്നാലും ഫുഡ് ഉണ്ടാക്കുന്നതായാലും നമ്മുടെ ലൈവിലൂടെ ആയാലും വീഡിയോയിലായാലും എൻ്റെ കുടുംബം ഇപ്പം മൊത്തം നിങ്ങളുടെ മുന്നിൽ പബ്ലിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിലുള്ളവരാരും പിന്നീട് ഇതിലോട്ട് വന്നില്ലെങ്കിലും ഞാനും എൻ്റേതായ കുടുംബവും എൻ്റെ കുടുംബവും നിങ്ങളുടെ മുന്നിലിപ്പം കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളും കെട്ടിനൊക്കെ അങ്ങ് വിടാം. ഞാനും എൻ്റെ വീടും എൻ്റെ രീതികളും എൻ്റെ ജോലികളൊക്കെ നിങ്ങൾ ലൈവിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ ഒളിപ്പ് തിരുമ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇച്ചിരി നമ്മുടെ ബോഡി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നന്നായി നമ്മളെ ബോഡി ഒന്ന് കെയർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ആക്രാന്തം മൂത്തിട്ട് തണ്ണിമത്തൻ വാങ്ങണോ, പപ്പായ വാങ്ങണോ, ആപ്പിൾ വാങ്ങണോ, പേരയ്ക്ക വാങ്ങണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ടല്ലേ 100-500 ചിലവാക്കി. പിന്നീട് ആപ്പിളും പിന്നീട് മാതളവും തണ്ണിമത്തനും പപ്പായൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. പക്ഷേ പപ്പായ പകുതി. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ചേട്ടൻ എൻ്റെ കാര്യം നന്നായിട്ടറിയാം. ചേട്ടൻ പറഞ്ഞു, നീ ഇത് വാങ്ങി ഇത് കഴിച്ച് തീർക്കണം. പലവട്ടം പുള്ളിക്ക് അറിയാമെന്നുള്ളതാണ്. നമ്മൾ ആക്രാന്തം പിടിച്ച് മാച്ചുകൊണ്ടിരും. പിന്നെ അത് അവിടെ കിടത്ത് കളയുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. പപ്പായൊക്കെ പകുതി അങ്ങനെ അഴുകിയ പോയി. തണ്ണിമത്തന് അത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരടുത്ത് കഴിക്കത്തില്ല കേട്ടോ. മോനായാലും ചേട്ടനായാലും അവരും കട്ട് ചെയ്ത് കഴിക്കത്തില്ല. ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കഴിക്കത്തില്ല. അങ്ങനെ പപ്പായ പകുതി ചീഞ്ഞ് പോയി. ഇത് പിന്നീട് തണ്ണിമത്തം ചീഞ്ഞ് പോയി. ആപ്പിളൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് ഇടയ്ക്ക് മക്കൾ വന്നപ്പോഴത്തേക്ക് മക്കൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് മോള് പറഞ്ഞ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അതും അവിടെ ഇവിടെയൊക്കെ കിടന്ന് എപ്പോഴൊക്കെ എടുത്തൊക്കെ തിന്ന് തീർത്ത്. ഇത് കണ്ടോ, അതിൻ്റെ കൂടിയാണ് വാങ്ങി. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്തായാലും അത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുത്തത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ, നമ്മുടെ ബ്യൂട്ടി ടിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് വിശേഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതുപോലെ ബ്യൂട്ടി ടിപ്പാണല്ലോ അല്ലേ. നമ്മൾ ഫേസിൽ കൊടുക്കുന്നത് മാത്രമല്ല ബ്യൂട്ടി ടിപ്പ്, നമ്മുടെ ഉള്ളിലും കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫേസിൽ മാത്രമോ കയ്യിലും കാലിലും മാത്രം തേച്ചത് കൊണ്ടൊക്കെ അപ്പോൾ കാര്യമില്ല. നമ്മുടെ ഉള്ളിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും പറ്റുന്നിടത്തോളം പോയിട്ട് ഒരു 2-3 ആഴ്ചയായ സാധനമാണ് വാങ്ങിച്ചുകൊണ്ട് ആവേശത്തോടെ വാങ്ങിക്കൊണ്ട് വരും. പക്ഷെ കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇച്ചിരി പിന്നീട് പാടാണ്. കഴിക്കാൻ സമയം കിട്ടാത്തത് കിട്ടും അല്ലേ, നമ്മൾ വേണമെങ്കിൽ സമയമൊക്കെ കിട്ടും, മൈൻഡ് ചെയ്യത്തില്ല, ഓർമ്മ കിട്ടത്തില്ല. അപ്പോൾ 2-3 ആഴ്ചയായ സംഭവമാണ്. വാടി ചുക്കി ചുളിഞ്ഞ് അങ്ങോട്ടിട്ടടിച്ച് ഇങ്ങോട്ടിട്ടടിച്ച് കിടക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഇന്ന് വീണ്ടും വാങ്ങി കേട്ടോ. ഇത് 2 ആഴ്ചത്തേക്ക് മുന്നേ ഉള്ള സാധനമാണ്. അതിനിടയിൽ ഇന്ന് ഞാൻ പപ്പായയും തണ്ണിമത്തനും വാങ്ങി. അതിൻ്റെ ഷോർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ ഒന്ന് കാണിച്ചു തരും. എന്തായാലും എല്ലാം കാണിക്കുമ്പോൾ നമ്മൾ അതും കൂടെ കാണിക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം നിങ്ങളുടെ മുന്നിൽ പബ്ലിക്കാണ്. ഇതൊക്കെ രഹസ്യമായിട്ട് ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. രഹസ്യമായിട്ട് എല്ലാം കഴിക്കും എല്ലാവരും. എന്നിട്ട് പറയും ഞങ്ങളിതൊന്നും കഴിക്കത്തില്ല, എല്ലാം കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ രഹസ്യമില്ല. അപ്പം നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊണ്ട് തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്ന് വാങ്ങിയത് കാണിച്ചു തരാം. ഇന്ന് ഉച്ചയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടും അത് എടുത്തില്ല കേട്ടോ. അത് വേറൊരു സൈഡ് ഞാനത് കാണിച്ചു തരാം. ആക്രാന്തം പിടിച്ച് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ആക്രാന്തം പിടിച്ച് വാങ്ങിക്കൊണ്ട് വന്നു, പക്ഷെ കഴിച്ചില്ല. നമുക്ക് ഓർമ്മ എന്തൊക്കെ കണ്ടിട്ട് നിങ്ങളിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കഴിക്കണം കേട്ടോ. പണമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഉള്ളപ്പോൾ വാങ്ങിച്ച് കഴിക്കും. നിങ്ങൾ എന്നും കഴിക്കണ്ട സുഹൃത്തുക്കളെ. മാസത്തിൽ ഒരു വട്ടം, ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ 2 വട്ടം കഴിക്കും. എന്നും നമ്മളെപ്പോലെ കഴിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. എന്നും നമുക്ക് 10, 300, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ 10, 500 ചിലവൊക്കെ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാസത്തിൽ 2 വട്ടം 3 വട്ടം കഴിക്കാൻ ശ്രമിക്കുക. ചേച്ചി അന്ന് വാങ്ങിച്ചുകൊണ്ട് അത് 2 ഐറ്റവും പകുതി ഇതെടുത്ത് കളഞ്ഞ് ചേച്ചി ഇന്ന് വാങ്ങിക്കൊണ്ട് വന്ന് എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഈ സാധനം ഇവിടെ ഇരുന്നത്. ഈ സാധനം ഇന്ന് ഇവിടെ തീർത്തില്ലെങ്കിൽ നാളെ എൻ്റെ ചേട്ടൻ വരുമ്പോഴത്തേക്ക് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ മടിയൊക്കെ ഉള്ളവർ നിങ്ങൾ വാങ്ങിച്ച് മടി കൂടാതെ കഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കണം കേട്ടോ. ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡും കാര്യമൊന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ഇതിനെ ജ്യൂസ് അടിച്ച് കുടിക്കാം. ജ്യൂസ് അടിക്കാൻ മടിയാണെങ്കിൽ ഞാനുണ്ടല്ലോ മൊത്തത്തിൽ പൊളിച്ചിട്ട് കഴിക്കും കേട്ടോ. ഇതൊക്കെ കഴിച്ചൊന്ന് സുന്ദരിയായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നുമില്ല കേട്ടോ. സൗന്ദര്യം കൂട്ടാൻ 10,000, 2,000, 3,000 രൂപ ചിലവാക്കി ബ്യൂട്ടി പാർലറിൽ തന്നെ പോകണമെന്നില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിച്ചാലും മതി. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സുന്ദരനും സുന്ദരികളും ആവും. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ 2 ആഴ്ച കൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. എല്ലാവരും എന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാനൊന്ന് ശ്രമിച്ചത് കേട്ടോ. എൻ്റെ സ്കിന്നിനൊക്കെ ഒന്ന് ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി ടിപ്പ് ഇതിനിടയിൽ ചെയ്യുന്നുണ്ട്. 2 ആഴ്ച കൊണ്ട് ഇപ്പോൾ 2 ആഴ്ച ഒരാഴ്ച കൂടുതൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ ആ ബ്യൂട്ടി ടിപ്പ് മുഖത്ത് മഞ്ഞളും പിന്നെ പപ്പായയും ക്യാരറ്റും പിന്നെ അതൊക്കെ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്നും കൂടെ കൊടുക്കണം കേട്ടോ. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇതൊക്കെ അടിച്ച് ജ്യൂസാക്കിയും ഇതായിട്ടൊക്കെ അങ്ങോട്ട് വിടുന്നവരാരും പറഞ്ഞു തരത്തില്ല കേട്ടോ. എല്ലാവരും പറയത്തില്ല സുഹൃത്തുക്കളെ. അപ്പം നമ്മളെപ്പോലെ മടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൗന്ദര്യം ഇല്ലാത്തവരും സൗന്ദര്യം വന്നോളും. പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യം പലപ്പോഴാണ് നമ്മൾ ആരെയും ആക്ഷേപിക്കാറില്ല കേട്ടോ. ആരെയും അടച്ച് ആക്ഷേപിക്കാറില്ല. തമാശയ്ക്ക് വല്ലതും തമാശ പറഞ്ഞ് പോകണമെന്നല്ലാതെ മനസ്സിൽ തട്ടി നമ്മൾ ആരെയും ഒന്നും പറയാറില്ല. തമാശ ഒരു നേരം പോക്ക്. തമാശയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം അല്ലേ? മനുഷ്യനായ ഇത്തിരി തമാശയും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം? അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ ഇച്ചിരി കളിയാക്കലും ചിരിക്കുകയൊക്കെ ചെയ്യും. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളും ചേച്ചിയെ ഫോളോ ചെയ്യുക. ബ്യൂട്ടി ടിപ്പിലായാലും ചേച്ചി ഒരു ദിവസം ചെയ്താൽ ഒരാഴ്ച ചെയ്യില്ല, സാരമില്ല. ചേച്ചി ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിക്കത്തില്ല, സാരമില്ല. മാസത്തിൽ ഒരു 10-500 രൂപ മുടക്കി മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ കഴിക്കാൻ ശ്രമിക്കുക. ചേച്ചി 2 ആഴ്ച കൂടുതലായ സാധനമാണ് ഇന്ന് കഴിക്കാൻ പോകുന്ന. ഇല്ലെങ്കിൽ അതും കൂടെ കാണുമ്പോൾ നാളെ വന്ന് ഇന്നത് വാങ്ങിക്കൊണ്ട് വന്നതിന് ഉച്ചയ്ക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. തണ്ണിമത്തനും പപ്പായും വാങ്ങിച്ചുകൊണ്ട് വന്നതിന് എനിക്ക് ഉച്ചയ്ക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള സമയം കിട്ടില്ല. വന്ന് പടച്ചടിച്ച് ലൈവ് ഇരുന്ന് 2 പറ്റ് വാരിയിട്ട് നമ്മൾ ചോറിൻ്റെ ഉസ്താദാണ്.
ചോറ് വിട്ടുള്ള ഒരു കളിയില്ല. 2 ചോറ് വാരി അങ്ങ് വിഴുങ്ങിക്കൊണ്ട് നമുക്ക് വേറെ പരിപാടിയും കാര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മളിപ്പം നിങ്ങളോട് തള്ളുന്നത്. ഇപ്പം കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം. തള്ളി എത്ര മിനിറ്റ് ആയെന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇന്ന് ഉള്ളിൽ കഴിക്കാനുള്ള ടിപ്പാണ്. നാളെ ഫേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആയിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും. നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞെങ്കിലും വരാം, നോക്കട്ടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. മിനിറ്റ് കാണിക്കുന്നില്ല, 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ.